ഇന്ന് ഡേറ്റ് 30/4/2026 ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. കൂട്ടത്തിൽ സവാരി കൊയ്ത്തും SPR കൊയ്ത്തും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷനൊക്കെ ഈ ഒരു പേജിലൊക്കെ വരും. അത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ശേഷം ഫ്ലൈറ്റ് സർവീസൊക്കെ നിർത്തലാക്കിയത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റൊക്കെ ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ റീഫണ്ട് കിട്ടാത്ത ആൾക്കാർ, അതുപോലെ തന്നെ അതിന് ബദലായിട്ട് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കത് കിട്ടാനുള്ള ചെറിയൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് അത് ക്യാൻസലായവരുടെ അറിവിലേക്കാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് എയർവേസിൽ നിന്നാണോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ആ എയർവേസിൻ്റെ ആ കമ്പനിയിലേക്ക് നിങ്ങളൊരു ഇമെയിൽ അയക്കുക. ഇമെയിൽ അയക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ടിക്കറ്റിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ വെച്ച് ഇമെയിൽ അയക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് റെസ്പോൺസോ റീപ്ലൈ കിട്ടിയില്ലെങ്കിൽ എയർ സേവക്ക് നിങ്ങളൊരു ഇമെയിൽ അയക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ MOCA ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ്റെ അതിലേക്കും നിങ്ങളൊരു ഇമെയിൽ അയക്കുക. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. ഇത് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി കാരണം, നമ്മുടെ ഒരു സുഹൃത്ത് ഇതേപോലെ കുവൈറ്റ് എയർവേസിന് നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ടിക്കറ്റ് ക്യാൻസലായപ്പോൾ അദ്ദേഹം ചെയ്തൊരു വഴിയായിരുന്നു ഇത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 3 മണിക്കൂർ കൊണ്ട് അതിന് ബദലായിട്ട് ടിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഗൾഫിൽ നിന്നും നാട്ടിലേക്കാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ വഴി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും, കാരണം കിട്ടിയതായിട്ട് എനിക്ക് ആരും അറിയില്ല. എങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടും. താങ്ക്